അല്ല, ദൃശ്യത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ ഒരു തോട്ട് ശരിക്കും ഡെവലപ്പ് ആകുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. എനിക്ക് തോന്നുന്നു 2000-2001 കാലഘട്ടത്തിൽ സുഹൃത്തുക്കളുടെ സദസ്സിൽ ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അയാൾക്ക് 2 ഫാമിലി തമ്മിലുള്ള ഒരു ഇഷ്യൂ അറിയാം. ഇതുപോലെ ഒരു ചെറുക്കനും പെണ്ണും പ്രണയത്തിലായി, അത് കേസാകുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, ഇതിൽ 2 ഫാമിലി എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, ഇത് ആരുടെ കൂടെ നിൽക്കണേ, 2 പേരുടെ ഭാഗത്ത് ശരിയുണ്ട്, 2 പേരുടെ ഭാഗത്ത് തെറ്റുമുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പെട്ടെന്ന്, അന്നൊന്നും ഞാൻ ഇൻഡസ്ട്രി പോലും വന്നിട്ടില്ല, ഞാൻ ആലോചിച്ചു തിയേറ്ററിൽ ഇരിക്കുന്ന ഓഡിയൻസ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നാൽ എന്ത് ചെയ്യും. അപ്പോൾ അവിടുന്ന് എങ്ങനെ അത് വളർന്ന് ആദ്യം ഇതൊരു എന്താ പറയുക, ഒരു കോർട്ട് റൂം ഡ്രാമയൊക്കെ ആയിട്ട് ആലോചിച്ചു. അതിങ്ങനെ വളർന്ന അവസാനം അത് ഇപ്പോഴത്തെ ദൃശ്യമായി മാറി. അപ്പോൾ എല്ലാവരും ഇതിനെ ത്രില്ലർ എന്ന് വിളിക്കുമ്പോഴും ഞാനിതിനെ ഒരു ഫാമിലി ഡ്രാമ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സിംഗ് ആയിട്ടുള്ള മകനെ കണ്ടെത്താനുള്ള ഒരു അമ്മയുടെ ഡെസ്പറേഷൻ, ഒരു അപകടത്തിൽ അല്ലെങ്കിൽ ഒരു ക്രൈമിൽ കുറ്റവാളി അല്ലെങ്കിൽ ഒരു ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി ഒരു മകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു അച്ഛൻ്റെ ഡെസ്പറേഷൻ, ഇവർ തമ്മിലുള്ള ഒരു ടഗ് ഓഫ് വാർ ആയത്. പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ ഒരു ത്രില്ലർ, ഫാമിലി ത്രില്ലർ എന്നുള്ള ജോണറിലേക്ക് പോയി. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ഇതൊരു ഫാമിലി ഡ്രാമയായിട്ടാണ്.